അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രേക്ഷകർക്കും അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ ജില്ലയിലെ തീരദേശ പ്രദേശമായ പതിയാങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. കടലാണ് അവിടെ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പതിയാങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് പതിയാങ്കര ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് കേട്ടോ. മാഷാ അല്ലാഹ്. പിന്നെ ഇവിടെ ഈ പള്ളിയുടെ മുമ്പിലായിട്ട് പതിയാങ്കര ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ്റെ മഖബറയുണ്ട്. പതിയാങ്കര ഉസ്താദ് എന്നാണ് അറിയപ്പെടുക. മഹാൻ്റെ പേര് ഹാജി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദുഹു എന്നാണ്. അപ്പോൾ മഹാനവറുകൾ അറിയപ്പെടുന്നത് പതിയാങ്കര ഉസ്താദ് എന്നാണ് അറിയപ്പെടുക കേട്ടോ. എന്താണ്? അസ്സലാമു അലൈക്കും യാ വലിയ അല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഉസ്താദി, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവർ മലബാറുകാരാണ്. മഹാനവറുകൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ, അവിടെയാണ് മഹാനവറുകളുടെ സ്വദേശം എന്നാണ് അറിയാൻ സാധിച്ചത്. അവിടുന്ന് ഇവിടെ വന്ന് ഏകദേശം 10-60 വർഷത്തോളം ഈ ഒരു സ്ഥലത്ത് മഹാനവറുകൾ പരിശുദ്ധ ദിൻ്റെ ദഅവത്തുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തന്നെയാണ് മഹാനവറുകൾ ഇപ്പോൾ മറവിട്ട് കിടക്കുന്നതും. ഇവരുടെ ഫാമിലിയൊക്കെ മലബാർ തന്നെയാണ്. അവരിവിടുത്തെ ഉറൂസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വരാറുണ്ട്. മുഹറം മാസത്തിലാണ് മഹാനവറുകൾ വഫാത്തായത്. ഹിജ്റ 1427 മുഹറം 9 2006 മഹാനവറുകൾ വഫാത്താകുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു മഹാനാണ്. ധാരാളം വർഷം ഈ പള്ളിയിൽ ദീനിൻ്റെ ഖിദ്മയിലായിട്ട് കഴിഞ്ഞുകൂടി അവസാനം ഇവിടുത്തെ ഈ ഒരു പുരോഗതിക്കൊക്കെ കാരണം മഹാനവറുകളാണ്. ഇവിടുത്തെ എല്ലാ പുരോഗതിക്കും കാരണം മഹാനവറുകളാണ്. അപ്പോൾ അവരുടെ മഖബറയാണ് പള്ളിയുടെ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ഒരു തീരദേശ ഗ്രാമമാണ് പതിയാങ്കര. പണ്ഡിതർ, പള്ളികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ കൊണ്ടെല്ലാം മതപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ഏറെ സമ്പന്നമാണ് ഈ പ്രദേശം. തെക്കൻ കേരളത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായ പതിയാങ്കരയുടെ ഇസ്ലാമിക മുന്നേറ്റത്തിനു പിന്നിൽ ഒരു നവോത്ഥാന നായകനുണ്ട്. 18-ാം വയസ്സിൽ ഈ തീരത്തണഞ്ഞ കെ കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പതിയാങ്കര ഉസ്താദ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തുള്ള പറപ്പൂർ സ്വദേശിയാണ് പതിയാങ്കര ഉസ്താദ്. സൈനുദ്ദീൻ മുസ്ലിയാർ, ആയിഷ ദമ്പതികളുടെ 11 മക്കളിൽ മൂന്നാമനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സമസ്ത പ്രസിഡന്റായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഒരിക്കൽ ഉസ്താദ് ശിഷ്യന്റെ കയ്യിൽ അല്പം പണം ഏൽപ്പിച്ച ശേഷം പറഞ്ഞു, ഇത് സമസ്തയുടെ പ്രവർത്തന ഫണ്ടായി ലഭിച്ച 13 രൂപയാണ്. ഇത് നിന്റെ കൈവശം ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊള്ളാം. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അനുസരണപൂർവം വാങ്ങി കയ്യിൽ സൂക്ഷിച്ചു. ആ ഇടക്കാണ് കിതാബ് വിറ്റ വകയിൽ തനിക്ക് പണം നൽകാനുള്ള ഒരു സുഹൃത്ത് കൊച്ചിയിൽ ഖത്തീബായി സേവനം ചെയ്യുന്ന വിവരം മഹാൻ അറിഞ്ഞത്. ഇത് ലഭിക്കുമെന്ന ഉറപ്പിൽ നേരത്തെ ഉസ്താദ് കൈമാറിയ പണവുമായാണ് മഹാനവറുകൾ യാത്ര പുറപ്പെട്ടത്. കൊച്ചിയിലെത്തിയപ്പോൾ സുഹൃത്ത് കൊല്ലത്താണ് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലായി. എറണാകുളത്തു നിന്നും ആലപ്പുഴയിലേക്ക് ബോട്ട് മാർഗം എത്തി. അവിടെ നിന്നും കൊല്ലത്തേക്കുള്ള ബോട്ടിൽ കയറി യാത്ര തുടങ്ങിയെങ്കിലും പണം തികയാത്തതിനാൽ തൃക്കുന്നപ്പുഴയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. കൊല്ലത്തേക്ക് കടൽ തീരം വഴി എത്തിച്ചേരാനായിരുന്നു മഹാനവറുകളുടെ പ്ലാന്. യാത്രക്കിടയിൽ പതിയാങ്കരയിലെ ഒരു ചായപ്പീടികയിൽ കയറിയതാണ് വഴിത്തിരിവായത്. മലബാറിലെ കുട്ടി നാട്ടിലെത്തിയ വിവരം നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. സ്വീകരണവും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ ശേഷം അവർ ഒരാവശ്യം കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്ക് സമർപ്പിച്ചു. ഞങ്ങൾ മുസ്ലിങ്ങളും സാധുക്കളും വിവരം കുറഞ്ഞവരുമാണ്. ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഒരാളില്ല. അതുകൊണ്ട് കുട്ടി ഞങ്ങളോടൊപ്പം നിന്നാലും. നാട്ടുകാരുടെ ആവശ്യം മഹാനവറുകൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഇരുളടഞ്ഞ പതിയാങ്കരക്ക് പ്രകാശം ചൊരിയുവാൻ മലബാറിൽ നിന്നെത്തിയ ആ യുവ പണ്ഡിതൻ ജീവിതം ഇങ്ങോട്ട് പറിച്ചു നടുകയായിരുന്നു.
ജാതിമത ഭേദമന്യേ പതിയാങ്കരയുടെ രക്ഷിതാവായിട്ട് മഹാനവറുകൾ മാറി. കടലിനെയും കായലിനെയും ആശ്രയിച്ചും തെണ്ടുതല്ലിയും കയർ പിരിച്ചും ഉപജീവനം നടത്തുന്ന അക്കാലത്തെ മുഴുവൻ കുടിലുകളിലും ദാരിദ്ര്യം മുറ്റിനിന്നിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിലാണ് മഹാനവറുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നത്. അനാഥകളെയും അഗതികളെയും സ്വയം ഏറ്റെടുത്തു പരിപാലിക്കാനും അവരെ കൈപിടിച്ചുയർത്തുവാനും മഹാൻ തയ്യാറായി. വിദ്യാഭ്യാസത്തിനായി ഓത്തുപള്ളി സ്ഥാപിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അറിവ് പകരാനുള്ള സംവിധാനം മഹാനവറുകൾ സൃഷ്ടിച്ചു. മികച്ച മതപഠന കേന്ദ്രങ്ങളിലേക്ക് യോഗ്യരായ വിദ്യാർത്ഥികളെ അയക്കുകയും അവർക്കു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. ഒരു മതപണ്ഡിതൻ പോലും ഇല്ലാതിരുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും 300ഓളം മതപണ്ഡിതന്മാർ ഉയർന്നു വന്നു എന്നത് ആ മഹാന്റെ പ്രവർത്തന മികവ് തന്നെയാണ്. തെക്കൻ കേരളത്തിലെ ഇസ്ലാമിക ഭൂപടത്തിൽ തെല്ലും സ്ഥാനമില്ലാതിരുന്ന ഈ പ്രദേശം ഇന്നു മറ്റു പ്രദേശങ്ങൾക്ക് കൂടി മാതൃകയായി തീർന്നിരിക്കുന്നു. ദീനി ചൈതന്യം ഉയർന്നു നിൽക്കുന്നതോടൊപ്പം എല്ലാ വിശ്വാസികളും ഒരേ മനസ്സോടെ കഴിയുന്ന ഈ നാടിന്റെ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം സാമൂഹിക അന്തരീക്ഷവും മനോഹരമാണ്. പതിയാങ്കരയിൽ തന്നെയാണ് മഹാനവറുകൾ ജീവിതം മുഴുവനും കഴിച്ചുകൂട്ടിയത്. ഇടയ്ക്കിടെ നാട്ടിൽ പോകുന്നതും വരുന്നതും നാട്ടുകാർക്ക് വിശേഷ ദിനങ്ങളായിരുന്നു. 2006 ഫെബ്രുവരി 8 1427 മുഹറം 9 മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പതിയാങ്കര ജുമാ മസ്ജിദിന് മുൻവശത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനവറുകളെ കുറിച്ച് കൂടുതൽ അറിയാനും അവിടുത്തെ കറാമത്തുകൾ കൂടുതൽ കേൾക്കാനും ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ പതിയാങ്കര ഉസ്താദ് ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് നടന്ന വീഡിയോകൾ ഒരുപാട് യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ മഹാനവറുകളുടെ ചരിത്രവും ആളുകൾക്ക് മഹാനവറുകളിൽ നിന്നുണ്ടായ കറാമത്തുകളുമൊക്കെയും വിശദമായി ആ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്, അമാനുഷിക ശക്തിയാണ് കറാമത്ത് എന്നുള്ളത്. മഹാനായ പതിയാങ്കര ഉസ്താദിന്റെ ജീവിതത്തിലും അവിടുത്തെ വഫാത്തിന് ശേഷവും ഒരുപാട് കറാമത്തുകൾക്ക് ജനങ്ങൾ സാക്ഷിയായത് നമുക്ക് കാണാൻ കഴിയും. വിട്ടുമാറാത്ത തലവേദന മൂലം പ്രഗത്ഭരായ മുഴുവൻ ഡോക്ടർമാരെ കാണിച്ചിട്ടും, എന്തിലേറെ അമേരിക്കയിൽ പോയിട്ട് വരെ പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും മാറാത്ത തലവേദന അവസാനം മഹാനായ പതിയാങ്കര ഉസ്താദിന്റെ സമീപത്ത് വന്ന് മാറിയ അനുഭവം ശ്രദ്ധേയമാണ്. ഇങ്ങനെ അന്നും ഇന്നും ഒരുപാട് ആളുകൾക്ക് ആശാകേന്ദ്രവും അഭയകേന്ദ്രവുമായി മാറിയ മഹാനവറുകൾ, അവിടുത്തെ അറിയുന്നവരും പരിസര പ്രദേശത്തുള്ളവരുമൊക്കെ അവിടുത്തെ ഈ മഹത്തായ സവിധത്തിൽ വന്നുകൊണ്ട് പടച്ചറബിനെ മുൻനിർത്തി മഹാനവറുകളെ തവസ്സുലാക്കി ദുആ ചെയ്ത് ആവശ്യ സാഫല്യങ്ങൾ നേടി സന്തോഷത്തോടെ മനസ്സംതൃപ്തിയോടെ പിരിഞ്ഞുപോകുന്ന കാഴ്ചകളും അനുഭവങ്ങളും നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. അല്ലാഹുവേ, അവിടുത്തെ ദറജകളെ ഉയർത്തിക്കൊടുക്കണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ എഴുതിയിട്ട് ദുആ ചെയ്തിട്ട് പോകാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദു ലില്ലാഹിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على محمد وعلى آل سيدنا محمد. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആൻ ഷരീഫ് ഈ മഹാൻ്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് നസുറും നദറും സാധുക്കളായ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമിനെ ഞങ്ങൾക്ക് ഏറ്റിത്തരണം അല്ലാഹ്. ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരണം അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകൾ ആഫത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ സലാമത്താക്കി തരണം അല്ലാഹ്. പടച്ചവനെ, പലരും രോഗികളാണ്.
നീ ഷിഫ നൽകണേ അല്ലാഹ്. ആജിലായ ഷിഫ നൽകണേ അല്ലാഹ്. താമായ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകൾ അടുപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹജ്ജ് ഉംറ മറ്റ് സിയാറകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഈ മഹാന്മാരുടെ ജിവാറിലായി നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഈ മഹാന്മാരോടൊപ്പം ഹബീബായ തങ്ങളുടെ ജിവാറിലായി നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم رب العالمين.